കാപ്പാക്കസ് പ്രതിയായ സുഗതനെ കൈവിലങ്ങ് ധരിപ്പിക്കാതെ പോലീസ് വഴിവിട്ട സൗകര്യമൊരുക്കിയപ്പോൾ രാഷ്ട്രീയ തടവുകാരോട് കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്. CPIM നേതാവ് IP ബിനു, SFI ജില്ലാ സെക്രട്ടറി എന്നിവരെ കൈവിലങ്ങണിയിച്ച് പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന പോലീസ് നടപടി ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. കാപ്പാക്കേസ് പ്രതിയായ സുഗതനെ കോടതിയിൽ ഹാജരാക്കാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും പിന്നീട് നെടുമങ്ങാട് കോടതിയിലെത്തിക്കുമ്പോഴും കൈകളിൽ വിലങ്ങണിയിച്ചിരുന്നില്ല. ഗുരുതര കുറ്റവാളിയോട് പോലീസ് കാട്ടിയ ഈ ഔദാര്യം പക്ഷേ രാഷ്ട്രീയ തടവുകാരോട് ഉണ്ടായില്ല എന്നതാണ് വൈരുദ്ധ്യം. ED കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ CPIM നേതാവ് IP ബിനുവിനെ ജയിലിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് കൈവിലങ്ങ് ധരിപ്പിച്ചായിരുന്നു. അസുഖം മൂലം ആശുപത്രിയിൽ എത്തിച്ച ഒരാളോടാണ് പോലീസിന്റെ ഈ സമീപനം. SFI ജില്ലാ സെക്രട്ടറിയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും കൈവിലങ്ങ് വെച്ചാണ് പോലീസ് കൊണ്ടുവന്നത്. ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് വഴിവിട്ട സൗകര്യമൊരുക്കുമ്പോൾ രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ അറസ്റ്റിലാകുന്നവരോട് പോലീസ് കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഒരു RSSന്റെ കാര്യാലയമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മേയർ നേതൃത്വം കൊടുക്കുകയാണ്. ഈ സമരത്തിന് ജനാധിപത്യപരമായി പ്രതിഷേധിച്ച 5 കൗൺസിലർമാർ, വനിതാ കൗൺസിലർമാർ കൂടെയുള്ള സഹപാഠിയോട് മേയർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് 3 പേരെ LDFന്റെ 3 പേരെ സിന്ധു ശശി അടക്കമുള്ളവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടെയുള്ള വനിതാ കൗൺസിലർമാർക്ക് നേരെ പോലും അക്രമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് നഗരസഭ എത്തിയെന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇത് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാപ്പ പ്രതിയെ സംരക്ഷിക്കുകയും രാഷ്ട്രീയ കേസിൽ അകത്തായവരെ കൈവിലങ്ങ് വയ്ക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവ് നൽകുകയും ചെയ്യുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി V ജോയ് പറഞ്ഞു. കേരളത്തിൽ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. രാഷ്ട്രീയ കേസുകളിൽ പ്രതിയാകുന്ന CPMന്റെയും DYFIയുടെയും SFIയുടെയും എല്ലാം പ്രവർത്തകരെ കൈവിലങ്ങ് വെച്ചാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്നാൽ കാപ്പ കേസിലെ പ്രതി സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ വിലങ്ങ് വെച്ചല്ല കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി വരുന്ന ചിത്രം ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ BJP ആണെങ്കിൽ എന്ത് സഹായവും ചെയ്തു കൊടുക്കും. രാഷ്ട്രീയ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ വിലങ്ങ് വെച്ച് കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുവാദം നൽകിയിരിക്കുകയാണ്. എന്നാൽ വളരെ ക്രിമിനൽ കേസ് 19 കേസിലെ പ്രതി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന ആളെ വിലങ്ങ് വയ്ക്കാതെ കൊണ്ടുവരുന്നത്. സംഭവത്തിൽ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.